ഇത് വളരെ ഭയാനകമായ ഒരു ഫാക്ടറി ആയിരുന്നു. അവിടെ ജീവനുള്ള മനുഷ്യരെ തന്നെയായിരുന്നു ഇറച്ചിക്കായി ഉപയോഗിച്ചിരുന്നത്. ആദ്യം ആളുകളെ ബോധം കെടുത്തി കൺവെയർ ബെൽറ്റിൽ കിടത്തും. പിന്നീടൊരു മെഷീനിലിട്ട് അവരെ അരച്ച് ഇറച്ചിയുടെ പേസ്റ്റാക്കി മാറ്റും. അതിൽ നിന്ന് ഒരേ വലുപ്പത്തിലുള്ള മീറ്റ് പാറ്റികൾ ഉണ്ടാക്കും. അവസാനം അതെല്ലാം റെസ്റ്റോറന്റിലെത്തിച്ച് രുചികരമായ ബർഗറുകളാക്കി വിൽക്കും. ഈ ബർഗറിന്റെ വ്യത്യസ്തമായ രുചി കാരണം റെസ്റ്റോറന്റിന്റെ വിൽപ്പന ദിവസങ്ങൾ കഴിയുന്തോറും കൂടി വന്നു. ശാഖകളും കൂടിയതോടെ മനുഷ്യ ഇറച്ചിക്കുള്ള ആവശ്യവും വർദ്ധിച്ചു. സപ്ലൈ ഉറപ്പാക്കാൻ ഉടമ രഹസ്യമായി നഗരത്തിലെ മേയറുമായി ചേർന്നു. ഇരുവരും ചേർന്ന് അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി ഇവിടെ തടവിലാക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾക്ക് ഇനി ഒരുപാട് കാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് കരുതി. എന്നാൽ അടുത്ത ദിവസം ജയിൽ അധികൃതർ അവന് 2 വഴികൾ നൽകി. ഒന്നുകിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള വൃദ്ധസദനത്തിൽ ജോലി ചെയ്യാം. ഒന്നും ആലോചിക്കാതെ അയാൾ വൃദ്ധസദനത്തിലെ ജോലി തെരഞ്ഞെടുത്തു. പക്ഷെ താൻ തെരഞ്ഞെടുത്തത് ഒരു വലിയ കെണിയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ജോലിയുടെ ആദ്യ ദിവസം തന്നെ അവൻ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഒരു വൃദ്ധൻ അവനോട് എന്തോ രഹസ്യം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജീവനക്കാർ അദ്ദേഹത്തിനൊരു ഇഞ്ചക്ഷൻ നൽകി ബോധം കെടുത്തി. അടുത്ത ദിവസം അയാൾ വീണ്ടും ആ വൃദ്ധനെ കണ്ടു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞ കാര്യം കേട്ട് അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ താമസിക്കുന്ന എല്ലാ വൃദ്ധരും യഥാർത്ഥത്തിൽ അനധികൃത കുടിയേറ്റക്കാരായിരുന്നു. അവർക്ക് നിർബന്ധിച്ച് ഒരു പ്രത്യേക മരുന്ന് കുത്തിവെക്കും. ആ മരുന്ന് മനുഷ്യരെ വളരെ പെട്ടെന്ന് വൃദ്ധരാക്കി മാറ്റുന്നതായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം ഇത്രയും പ്രായമായവരായി തോന്നുന്നത്. സത്യം എന്താണെന്ന് കണ്ടെത്താൻ അയാൾ രാത്രിയിൽ രഹസ്യമായി അന്വേഷണം തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും ജീവനക്കാർ അവനെ പിടികൂടി. ഒരു അടിയോടെ അവനെ ബോധരഹിതനാക്കി. ബോധം വന്നപ്പോൾ അവൻ കയറുകൊണ്ട് മുറുക്കി കെട്ടിയ നിലയിലായിരുന്നു. മാത്രമല്ല അവന്റെ മുഖവും പെട്ടെന്ന് ഒരുപാട് പ്രായമായിരുന്നു. അയാൾ ഉറങ്ങുന്നതുപോലെ അഭിനയിച്ചു. ജീവനക്കാർ അവിടെ നിന്ന് പോയതോടെ എങ്ങനെയോ കെട്ടഴിച്ച് അവൻ രക്ഷപ്പെട്ടു. ഓടിക്കൊണ്ടിരുന്ന അവൻ ഒടുവിൽ ഒരു രഹസ്യ ഭൂഗർഭ ഫാക്ടറിയിലെത്തി. അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ വൃദ്ധസദനത്തിന്റെ യഥാർത്ഥ രഹസ്യം അവിടെ വെച്ചാണ് അവന് മനസ്സിലായത്.